നോ ഐഡിയ ബോസ് സിംഗർ പരിപാടിയിലേക്ക്. ബിക്കോസ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നോ ഐഡിയ ബോസ് സിംഗറിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യമായി ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസ്, പ്ലീസ് കം ഡിയർ ജഡ്ജസ്. ചിരിയേട്ടൻ, മുട്ടയിട്ട് കഴിഞ്ഞോ? എങ്ങനെ ചോദിച്ചേ? കൊക്കുന്നുണ്ട്. അയ്യോ, അതിൻ്റെ ട്രേഡ് മാർക്ക് ചിരിയല്ലേ. അപ്പോൾ ഈ പരിപാടി തുടങ്ങാൻ കുറേ സമയമൊക്കെ എടുക്കും. ഇവിടെ കസേരയൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി മറിഞ്ഞ് ഇവിടെ നിന്നാലോ? പോയിരി. അപ്പം എന്നെ ഇരുത്താനാ പരിപാടിയല്ലേ? പോയിരിക്കാൻ. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട, എന്ത് പറഞ്ഞാലും നീ എൻ്റെ ഇതല്ലേ വാവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്താലും എന്താ പറയുക, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദീദി. ദീദി, വെൽക്കം. Welcome, Didi. Welcome. Wow, what a beautiful Didi. Hi, everybody. I think you are so fantastic, elastic and plastic, yeah? Thank you, Didi. Your elastic is loose, sir. Okay. Hi, Qatar. How are you? Ellavarkkum ende Eid Mubarak. Come on. Ho-oh. Ho-oh. I love you so much. Didi. Hi. ഇരിക്കാലോ അല്ലേ? ഞാൻ ഇരിക്കാം, പക്ഷേ എന്നെ ഇരുത്താൻ നോക്കട്ടെ. ഒരിക്കലുമില്ല. Thank you. Okay, Didi. Okay. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജിനെയാണ് ഇൻവൈറ്റ്. ഞങ്ങളിവിടെ പണി തുടങ്ങിയേ. ഇവിടെയെങ്കിലും ഒന്ന് വൃത്തിയായിട്ടിരുന്നു. ഖത്തറല്ലേ, റംസാനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഈ തള്ളയുടെ അടുത്ത് വരാം. ഈ തമ്മിത്തല്ലിന് ഇവിടെ. നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജ്, മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ സലീം കുമാരേട്ടൻ. സലീമേട്ട, പ്ലീസ് വെൽക്കം. പലവട്ടം കാത്തു നിന്നു ഞാൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ. സലീമേട്ട, സാധാരണ നിങ്ങൾ പെൺകുട്ടികളുടെ കൂടെയാണല്ലോ നടക്കാറ്, ഇന്ന് ആൺകുട്ടികളുടെ കൂടെ വന്നേ? പെൺകുട്ടികൾ വന്നതില്ല, എന്റെ പേരില്ല. അപ്പൊ എല്ലാ എന്റെ മലയാളി സഹോദരങ്ങൾക്കും റംസാൻ ആശംസകൾ. സലീമേട്ട, എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് സലീമേട്ടനെ കുറിച്ച് കൂടുതൽ എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എന്നാലും എനിക്കും അറിയാം. എന്നാലും കുറച്ചുകൂടെയൊക്കെ അവർക്ക് ഈ റംസാനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവല്ലോ. അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. സലീമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഏത് കഥാപാത്രത്തിനായിരുന്നു? അച്ഛനുറങ്ങാത്ത വീട്. കോമഡി ആയിരുന്നു? കോമഡി അല്ല, കോമഡി ഞാൻ സീരിയസ് ആയിട്ട് കിട്ടിയതാ. ഓക്കെ, സോറി, ഞാൻ സാധാരണ സിനിമകളൊന്നും കാണാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? നാഷണൽ അവാർഡ് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ. ഓക്കെ, അപ്പോ സലീമേട്ട, എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സലീമേട്ടൻ ജന്മം കൊണ്ടൊരു കലാകാരനാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ മിമിക്രി കാണിച്ചു നടക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു ജന്മം നിൽക്കണം. അങ്ങനെ ജന്മം കൊണ്ട് ഞാൻ കലാകാരനാണ്. അങ്ങനെയാണ് നിങ്ങൾ ജന്മം കൊണ്ട് കലാകാരൻ. ഓക്കെ സലീമേട്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണോ മൂത്തത്? അല്ല, അച്ഛനാണ് മൂത്തത്. അതിൻ്റെ ഉള്ളത് അമ്മ, അതിൻ്റെ ഉള്ളത് ഞാൻ, എനിക്കുള്ളത് ഭാര്യ. ഓക്കെ സലീമേട്ട, ഒരു ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് അവസാനമായിട്ട്. ആരുടെ അവസാനമായിട്ട്? ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ട്. ഇത് അവസാനിപ്പിക്കേണ്ട സലീമേട്ട, അവിടെ ഒന്ന് ഇരിക്കേണ്ട, അവർക്ക് മാർക്കിടാൻ ധൃതിയായി. ഒരാൾ കരയാനോട് ചിരിക്കാനും തയ്യാറായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ സലീമേട്ട, നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ പല ആർട്ടിസ്റ്റുകളും നമ്മുടെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഉത്സവം നടത്തുക, പെരുന്നാൾ നടത്തുക, ഓടി നടക്കുക, ചാടി നടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സലീമേട്ടന്റെ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? നമ്മൾ ആരായാലും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ടവനാണ്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്തവനാണ്. ഞാൻ എൻ്റെ നാട്ടിലെ 3 പെൺകുട്ടികളെ നല്ല സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ചു. ഗ്രേറ്റ്. ഓക്കെ, എന്താ സലീമേട്ടനെ കുറിച്ച് ഖത്തറിലുള്ളവർ ഇങ്ങനെയൊക്കെയാണോ വിചാരിക്കുന്നത് ഞാൻ അറിഞ്ഞൂടാ. എനിക്ക് ഒരുപാട് സന്തോഷമായി. സലീമേട്ടൻ, ആരൊക്കെയാണ് ആ ഭാഗ്യവതികൾ? ഒന്നെന്റെ ചേട്ടന്റെ മോള്, ഒന്നെന്റെ അനിയത്തി, ഒന്നെന്റെ ഭാര്യ അനിയത്തി, അങ്ങനെ 3 പേരെ.
ഓക്കെ സലീമേട്ടാ, നിങ്ങൾക്ക് ഇരിക്കാം. 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 ഇരിക്കൂ. ഇതാണ് പറയണേ, പിച്ചയുടെ കാശ് ഒച്ചുകുത്തി പോകുന്നു. ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിനെ സ്വീകരിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ കണ്ടസ്റ്റന്റ് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ, പ്ലീസ് വെൽക്കം ഡിയർ ഓമനക്കുട്ടൻ. മതി മതി. ഹൗ ആർ യു ഡിയർ? ഫൈൻ. ആർ യു ഓക്കെ? കുറച്ചും കൂടെ നീങ്ങുന്നുള്ളൂ, ക്യാമറ കാണണ്ടേ? ഇതൊക്കെ മറന്നോ? എത്ര എപ്പിസോഡായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താ ഓമനക്കുട്ട ഇത്ര ഡള്ളായിട്ടിരിക്കുന്നേ? പേടിയാണ്, പാവത്താനെ പോലെ നിന്നാലേ SMS കൂടുതൽ. മോൻ വിഷമിക്കണ്ട കേട്ടോ, ചേച്ചി ഇല്ലേ അടുത്ത്, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ചേച്ചി എപ്പോഴും ഉണ്ടാവണം അടുത്ത്. എന്ത് പറഞ്ഞാലും നമുക്ക് നല്ല മാർക്ക് തരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ ഇല്ലേ, ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കണ്ടേ? ചിരിയേട്ട, എന്താണ് നമ്മുടെ ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? മോനെ ഡ്രസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെള്ളാപ്പള്ളി നടേശം കാണണ്ട. മോനെ ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. അതല്ലേ ചോദിച്ചത്. മോൻ്റെ ആശാനാരാ? കുമാരനാശ. മോനെ സാറാരാന്ന്? അൻസാർ. ഛേ, അതല്ല മോനെ പഠിപ്പിച്ചതാരാ? അധ്യാപകരും ടീച്ചർമാരും. മോനെ പാട്ട് പഠിപ്പിച്ചതാരാ? അച്ഛൻ മഹാകവി കുമരകൻ തങ്കപ്പൻ. മഹാകവി കുമരകൻ തങ്കപ്പനാ? ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പം ആരാ കൂടെ വന്നിരിക്കുന്നത്? 2 മാനേജർമാരാ. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് 2 മാനേജർമാരായി. ഇപ്പം പാട്ട് പഠിച്ചു കഴിഞ്ഞാലോ? അവരെ ഞാൻ പറഞ്ഞു വിടും. അതെന്താ? പിന്നെ ജീവിക്കാൻ എനിക്കറിയാം. ഇപ്പം ബോഡി ഗാർഡ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡി ഗാർഡ്സ് അല്ല, ബോഡി കേടാകാതിരിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് കിട്ടിയാൽ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. പാവപ്പെട്ടവനായതുകൊണ്ടല്ലാണല്ലോ നിനക്ക് 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് തരുന്നത്. അപ്പോൾ ഇത് വേറെ ഏത് പാവപ്പെട്ടവനാണ് കൊടുക്കാൻ പോകുന്നത്? 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് ഏതെങ്കിലും ഫ്ലാറ്റ് ഇല്ലാത്ത പാവപ്പെട്ടവരത്തിന് 50 ലക്ഷം രൂപ മറിച്ച് വെക്കും. മെഡിക്കാൻ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ കുച്ചിപ്പടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കുന്നുണ്ട്. പാട്ടുകാരെന്തിനാ? ഇതൊക്കെ എന്തുകൊണ്ടോ ഓമനക്കുട്ട നേരത്തെ പറഞ്ഞില്ല? ഗ്രേറ്റ് ഗ്രേറ്റ്. മോളെ ഇത് തന്നെ സ്വഭാവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മോനെ അതെ, ഈ പാട്ടുകാർ പാട്ട് പഠിച്ചാൽ പോരെ, പിന്നെ എന്തിനാ വേറെ ഇതൊക്കെ പഠിക്കുന്നത്? അല്ല, നൃത്തത്തിൽ കുറച്ച് പ്രാവീണ്യം വേണം. അതെന്തിനാ? എന്നാലേ ഇപ്പോഴത്തെ പെൺപിള്ളേരെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റും. കൊള്ളാം, മെഡിക്കൻ. മോൻ അനുഗ്രഹം മേടിച്ചോ? എൻ്റെ അനുഗ്രഹം മേടിച്ചവരൊക്കെ നല്ല പാട്ടുകാരാട്ടോ. അതെ, ബസ് സ്റ്റാൻഡിൽ. ഓക്കെ ദീദി, സലിമേട്ട, ഞാൻ സലിമന്റെ അടുത്തേക്ക് കടന്നു വരാം. ദീദി. ഹായ് ഓമന കൂട്ടാൻ. കൂട്ടാനല്ല, കുട്ടൻ. കുട്ടൻ? നീ കുട്ടനല്ല, ഒട്ടനാ? നോ നോ നോ, എൻ്റെ വാവയാണ്. വാവേ മകനേ തിരുനാവിൽ മകനേ. പോത്തമ്മാവ? അത് എൻ്റെ പോത്തൻ വാവയാണ്. എൻ്റെ പോത്തം മമ്മിയാ. ഓക്കെ ഓമന കുട്ടൻ, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാ. അച്ഛനോ? വൈഫ് ഹൗസില്ല. അത് ശരി, മാരീഡ് ആണോ? എന്താണ് വൈഫിൻ്റെ? 2 വർഷം മുമ്പ് ഒരു ചൈനക്കാരിയെ മാരേജ് ചെയ്തു. ചൈനക്കാരിയാണോ മാരേജ് ചെയ്തത്? 2 വർഷം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞോ? ആരെ, ചൈനക്കാരിയോ? അതെന്താണ് ഉപേക്ഷിച്ചത്? ചൈനയുടെ ശാനല്ലേ, 2 വർഷത്തെ കൂടുതൽ ഗ്യാരണ്ടി. ഓ, യൂസ് ആൻഡ് ത്രോ, അതാണ്. ഓക്കെ, ഇപ്പോൾ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നല്ലോ, ഇത് ആരാണ് സെലക്ട് ചെയ്തതാ? കാമുകി ഉഡ്ബി. ഉഡ്ബി ആണോ? നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഈ ഡ്രസ്സൊക്കെ? ഉഡ്ബിയുടെ പേര്? പേര് കഴിഞ്ഞിട്ടില്ല. അതല്ല, പേരെന്ന് പറഞ്ഞു. പേർ വിലാസിനി. വിലസിനി? വിലസിനി അല്ല, വിലാസിനി. വിലാസിനി. ഓക്കെ, മോനെന്തിന് ഇങ്ങനെ പാവത്തിനെ പോലെ നിൽക്കാൻ? നല്ല വിലസിയൊക്കെ നിൽക്കണം കേട്ടോ. ജാടയുണ്ട്, പക്ഷെ ഫ്ലാറ്റ് കിട്ടിയിട്ട് ജാട കാണിക്കാന്ന് കരുതിയിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ജാട കാണിച്ചുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സലിമേട്ട. മോനെ, നീ അതിൽ പാടാൻ വന്നതല്ലേ, നീ ഒന്ന് പാടിയൊന്നു കേക്കട്ടെ. ആ, എന്തേത്? ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. നിർത്ത്. ഇതെന്താ ഇത്? പൂച്ചക്ക് മീശ ഒന്നാം വീട്ടിനെന്താ കയറ്റിയുള്ളത്? എടാ, ഗണപതിക്ക് നാളികേരം അടച്ചുകൊണ്ട് അയ്യപ്പന് എന്താ പ്രയോജനം? ബ്രദേഴ്സ് അല്ലേ? പ്രദേശാ, നീ നിന്റെ ബ്രദറിന്റെ പട്ടിണി മാറുമോ? ഇല്ലല്ലോ, അതുമല്ല പാട്ട് ഒന്ന് പറഞ്ഞു. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അങ്ങനെയല്ല ഇത് പറഞ്ഞത്, ശരിക്കും ഉയർത്തി പറഞ്ഞു. ഇങ്ങനെ വരാൻ എല്ലാവർക്കും പറ്റും. വായിന്ന് വന്നം. അതല്ല, വായിലെന്റെ ഒച്ചാർന്നിട്ടാണ് ഞാൻ ജ്യൂസ് കുടിച്ചത്. അതെ, അറിയാവുന്ന പണി ചെയ്താൽ പോരെ, ഇതിനെയൊന്നും വളർത്തരുതെന്ന്. എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് വീട്. അതെ മോനെ,
അത്രക്ക് പൊങ്ങി പോകേണ്ട ആവശ്യമില്ല. നീ താത്തിന്ന് പാടിയേ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, കുറച്ചും കൂടി താത്തി പാടിയേ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, കുറച്ചും കൂടി താത്തി. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, കുറച്ചും കൂടി താഴട്ടെ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അല്പം കൂടി താഴുണ്ട്. ഇനി പോവില്ല താഴ്ത്താ. ഇരുന്ന് പറഞ്ഞത്. ഓ ചെല്ലി ചെല്ലി. ഓക്കെ, എന്തായാലും പാട്ട് പാടാൻ പോവാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടൻ. നന്നായിട്ട് പാടണം കേട്ടോ ഓമനക്കുട്ട, നല്ല മാർക്ക് ഇടണ്ടേ ഇവര്. പാടിക്കോളൂ, പാടൂ. മറ്റത് കിട്ടിയില്ല. മോനെ എന്ത് അക്രമം നീ കാണിക്കുന്നേ? നമുക്കിതൊക്കെ ഉള്ളൂ, ഫ്ലാറ്റൊന്നും നമുക്ക് വലിയ പ്രതീക്ഷ. ഓക്കെ പാടിക്കോ. മാമല സബരിയിലെ മണികണ്ഠൻ സംവിധാനം, ബാബരും കൂലങ്കളും വണങ്ങിടും സംവിധാനം, അയ്യപ്പ സംവിധാനം. Wow! What great music, dear. Great. ഗംഭീരായിരുന്നു കേട്ടോ ഓമനക്കുട്ട. തുടക്കമായിരുന്നു, ഇനി വേറെ പാട്ട് കിടക്കണേ ഉള്ളൂ. അതെന്താ? ബാബു കിട്ടാൻ വേണ്ടി ഒരെണ്ണം വിട്ടതാ. ഇനിയും പാടണോ നിനക്ക്? ചെറിയൊരു പാട്ടുണ്ട്. ശരി, പാടിക്കോ. മണിക്കുയിലേ മണിക്കുയിലേ മാറിക്കാവിൽ പോകൂലേ, മൗനരാഗം മൂളൂലേ. കൊള്ളാം, മനോഹരമായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും മഹാപോരായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല മോനെ, സംഗതി പോയല്ലോ. അത് ആ കുയിലിനെ എപ്പോഴാണ് പോയെന്നറിയാമോ? എപ്പോഴാണ് പോയേ? അറിയില്ല. ആ കുയിലിനെ പിടിച്ചപ്പോഴാണ് പോയേ, മണിക്കുയിലിനെ പിടിച്ചപ്പോഴാണ്. കുയിലിനെ ആയാലും കാക്കേനായാലും ആനായാലും മയിലിനെ ഒട്ടകത്തിനെ ആയാലും പിടിക്കുമ്പോൾ പോയിന്ന് പോകാൻ പാടില്ല കേട്ടോ. സംഗീതം ഒന്ന് കയ്യിൽ നിന്ന് ഉറച്ച് നിൽക്കണം. ഓക്കെ, അപ്പോൾ കീപ് ഇറ്റ് അപ്പ്. ഓമനക്കുട്ടൻ കൂട്ടാനല്ല കുട്ടൻ. നന്നായിട്ട് പാടി. ബട്ട് വൺ തിങ്, ആദ്യം പാടി എന്ന് പാടിയേ മണിക്കുയിലേ അത് പാടിയപ്പം കുയിലിൻ്റെ മണി പോയി. ഇടയ്ക്കൊരു മണി ഉണ്ടായിരുന്നില്ല, അത് പോയി. ആ മണി പോകാൻ പാടില്ല. നമ്മളെല്ലാം ഈ മണിക്ക് വേണ്ടിയാണല്ലോ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മണി പോകരുത്. ഓക്കെ. പിന്നൊരു കാര്യം, ഇടയ്ക്ക് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കയറാനുണ്ട്. എന്താണ്? ഈ മണിക്കുയിലേ ഹോ ഓ മണിക്കുയിലേ, ഹോ ഓ മണിക്കുയിലേ, അങ്ങനെ ഒരു സാധനം കയറണം. അപ്പം നന്നായിരിക്കും. ரொம்ப നന്നാ പാടിനെ. ഓൾ ദി ബെസ്റ്റ്. സലീമറ്റ മോനെ, സംഗീതം എന്ന് പറഞ്ഞാൽ ഉള്ളിന്ന് വന്നം. ഉള്ളിന്ന് മാത്രമല്ല സവാളയെന്നും വരും. ഇതെവിടുന്നാണത്? ഉരുളക്കിഴങ്ങിന്ന്. മേലാലും ഉരുളക്കിഴങ്ങ് തിന്നരുത് കേട്ടോ. പിന്നെ ഇതിൽ പല സാധനങ്ങളും ഉണ്ടായില്ല. ഉദാഹരണത്തിന് പാപ്പന് പനി പനി, പാപ്പന് പനി പനി, പാപ്പന് പനി പനി, പാപ്പന് പാപ്പന് പനിയല്ല, വയറിളക്കമാണ്. മദനി 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 സരിക ഉണ്ടായിരുന്നു. എവിടെ മദനി? മദനി സമ്മേളനത്തിന് പോയി. ശരി മോനെ, ടെമ്പോ ഉണ്ടായില്ല പാട്ടിന്. ടെമ്പോ 1500 രൂപയാണ്. അതാണ് ഞാൻ ഓട്ടോറിക്ഷക്ക് വന്നത്. ശ്രുതി എന്ത്? ശ്രുതി നെടുമ്പാശ്ശേരി വരെയും കൂടെ ഉണ്ടായി. ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം കാണാനില്ല. മുസ്തഫ വല്ല പർച്ചേസിനുണ്ടായി കാണും. ഏതായാലും ടോട്ടലി കൊള്ളായിരുന്നു. എനിവേ സലീമറ്റ, നമുക്ക് അപ്പോൾ ഓമനക്കുട്ടൻ ഗംഭീരമായിട്ട് പാടിയിരിക്കുകയാണ് ഓമനക്കുട്ട. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്ക് പോയിന്റ്സ് ആണ് അറിയേണ്ടത്. പോയിന്റ്സ് മുമ്പായിട്ട് ഓമനക്കുട്ടൻ വീട് എവിടെയാണ്? പറവൂര്. പറവൂർ എവിടെ? ചിറ്റാറ്റൂർ. ചിറ്റാറ്റൂർ. എൻ്റെ വീട് ചിറ്റാറ്റൂരാണ്. ഓമനക്കുട്ടൻ എന്ത് ചെയ്യാണ്? ഓട്ടോറിക്ഷ ഓടിക്കണം. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നല്ലോ. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കണം. അതെ, ഏത് ഓട്ടോറിക്ഷയാണ് ഓമനക്കുട്ടൻ ഓടിക്കുന്നത്? ലാംബേ. ഞാൻ ലാംബയാണ് പണ്ട് ഓടിച്ചിരുന്നത്. ഏത് നമ്പർ? KL7 1210. KL7 12 എൻ്റെ വണ്ടിയായിരുന്നല്ലോ. അപ്പൊ എൻ്റെ പഴയ വണ്ടി നീയാണ് ഇപ്പോൾ ഓടിക്കുന്നത്? അതെ. അതെ, നിനക്കറിയാമായിരുന്നു എൻ്റെ വണ്ടി ആയിരുന്നുള്ളത്? ഇല്ല, പക്ഷെ ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ ഓടിച്ചു നടക്കുമ്പോൾ അത് സലീമേട്ടന്റെ വണ്ടിയാണ്. എങ്ങനെ? ശബ്ദം കേട്ട്. നിന്റെ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര കഷ്ടപ്പാടാ. അച്ഛൻ പോളിടെക്നിക്ക് വന്ന് തളർന്ന് കിടക്കണം. അമ്മ കാതിൽ ഉറുമ്പ് കയറിയിട്ട് കോലിട്ട് കുത്തി വലിയ ഓപ്പറേഷന് മെഡിക്കൽ ടെസ്റ്റിൽ. അതെ, അപ്പൊ മോനെ വീട്ടിൽ ഇത് കറിയൊന്നും വേണ്ടടാ, കറിയൊന്നും വേണ്ട. നീ കറിയൊന്നും വേണ്ട, ആഹാരമൊക്കെ എങ്ങനെ കഴിക്കണം? സന്തോഷം വന്ന ഹാപ്പി ക്രിസ്മസ്. ഇല്ലെങ്കിൽ കരയല്ലേ നീ കരയല്ലേ നീ? ഹലോ, നീ ആഹാരമൊക്കെ വലിയ കഴിക്കാറുണ്ട് വീട്ടിൽ? ആഹാരം കഴിക്കാൻ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അരി പൊടിക്കാൻ കൊടുക്കാതെ ഇടിച്ചിട്ട് ഈ നൂലപ്പം ഇല്ലേ, അതും പീരിയിടാൻ പറ്റാഞ്ഞിട്ട് അതിന്റെ ചാറൊഴിച്ചിട്ട് പഞ്ചസാര ഒഴിച്ചു തരും. ഓക്കെ ഓക്കെ, നിനക്ക് അറിയൊന്നും വേണ്ട. നിനക്ക് എൻ്റെ പേരിൽ ഞാനൊരു 25,000 രൂപ നൽകുകയാണ്. അമ്മേ,
അയ്യോ എന്ത് പറ്റിയവനെ? തലകറക്കം മഞ്ഞ് ഹലോ, ഇങ്ങനെ ബോധം കെടാൻ പറ്റുന്നുണ്ടോ? 25,000 രൂപ എന്ന് പറയുമ്പോ 25,000 രൂപ കണ്ടിട്ടില്ല. ഏ, എനിക്ക് അയ്യോ പൈസ കാണുമ്പോ തല കറങ്ങരുത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചാഞ്ഞോളാം. What a great this 25,000 രൂപയാണ് സലിമേട്ടൻ. ദീദി നിങ്ങൾ എത്ര നാളായി ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വന്ന് സാധാരണ ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കൊടുക്കാറില്ല. എല്ലാവരും തന്നെ പൈസ മേടിച്ചുകൊണ്ട് പോകാറേ ഉള്ളൂ. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ തന്നെ വേണം. എപ്പോഴും ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഒരുപാട് മിഠായും ചോക്ലേറ്റ്സും അതുപോലെ ഇവിടെ പറയണ്ട, എല്ലാം മേടിച്ചു കൊടുക്കും. അപ്പം ഈ ചോക്ലേറ്റ് പോലത്തെ മനുഷ്യൻ വന്നിട്ട് ഈ പാവപ്പെട്ട പയ്യന് 25,000 രൂപീസ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇറ്റ് ഈസ് ടെറിഫിക് ട്രാഫിക്, യുനോ. എന്തൊരു മനസ്സാണ് ഈ മനസ്സിന്. സത്യത്തിൽ എനിക്ക് അഭിനന്ദനീയമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് 1,00,000 രൂപ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് പോയി, കഴിഞ്ഞു പോയി.